ഓക്കെ, പുതിയൊരു സെഷനിലോട്ട് സ്വാഗതം. ഇത് ബ്രേക്ക് ചെയ്യാൻ തോന്നി. ഇവിടെ ഒരു 4 ട്രേ എടുത്തു. അത് ഈ വിക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി ഓരോന്നുള്ളൊരു പ്രഡിക്ഷനിലാണ് അതെടുത്തത്. ഓക്കെ, ഭയങ്കര പൊട്ടലായിരുന്നല്ലോ. പക്ഷേ ഇവിടെ ഒരു സപ്പോർട്ടുണ്ടേ, ആ സപ്പോർട്ടിലോട്ട് വരും ചിലപ്പോൾ. ഇപ്പം ആക്ച്വലി മനസ്സിലുള്ള ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് മുന്നേ ഒരു പെയറിൽ 4 ട്രേഡ് എടുത്തിട്ടില്ലേ, അത് ലോസ് ആവോ പ്രോഫിറ്റ് ആവോ എന്നുള്ള ചിന്ത ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. ബ്രേക്ക് ചെയ്തു. ഒരു 3 മിനിറ്റിൻ്റെ ട്രെയിൻ എടുത്തത് ബ്രേക്ക് ചെയ്തു. പക്ഷേ അടുത്ത ക്യാൻഡിൽ ചിലപ്പോൾ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ അടുത്ത ക്യാൻഡിലിന് ശേഷം എടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ്. കുഴപ്പമില്ല. വെച്ചാൽ റീസെൻറ്റ് 4 ട്രേഡ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയല്ലോ. ജസ്റ്റ് ആയിരുന്നു ഒന്ന്, എന്നാലും ജസ്റ്റ് ആയിരുന്നു അത് ആക്ച്വലി. പക്ഷെ എന്നാലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അത് സപ്പോർട്ടുണ്ട്, അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് പോകും. ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, അത് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്, അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടി കാണിക്കുന്നുണ്ട്. കുറേ തിരിച്ചൊക്കെ പോയിട്ടു ബൈ ചെയ്തു. ഇത് ബൈ ചെയ്യാൻ കാരണം ഇവിടെ ഇൻവെർട്ടർ ഹാമർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ബൈ ചെയ്താണ്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളൊരു ഉറപ്പ് കിട്ടുന്നില്ല. ചിലപ്പോൾ ലോസ് ആവാം. ലീവ് ഇറ്റ്. ഇവിടെ ബൈ ചെയ്തു. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമെന്നുള്ളൊരു തോട്ടിലാണ് ബൈ ചെയ്തത്. വേണമെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യാമായിരുന്നു ആക്ച്വലി. ഇവിടെ പ്രോഫിറ്റായി. ഇവിടെ ആക്ച്വലി സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു 3 മിനിറ്റിൻ്റെ അടുത്ത്. പക്ഷേ അവിടെ ട്രേഡ് തെറ്റിപ്പോയി. ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ചിലപ്പോഴേ കിട്ടുള്ളൂ. അത് പ്രോഫിറ്റായി. ഒരു സപ്പോർട്ടുണ്ട്, പക്ഷേ തേർഡ് റീടച്ച് ആണ്, അതുകൊണ്ട് ബൈ ചെയ്യാൻ പറ്റില്ല.
ഒരു ലോങ് വിക്ക് ക്രിയേറ്റ് ചെയ്ത് ഞാൻ ബൈ ചെയ്യാം. ചെറിയ വിക്കല്ല, ലോങ് വിക്ക്. ജോൺ വിക്കല്ല, ലോങ് വിക്ക്. നെക്ലറ്റ് നേരത്തെ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ബൈ വേണ്ട, അങ്ങനെ ചിന്തിക്കണ്ട. നമുക്കൊരു പ്രോഫിറ്റ് അത് കിട്ടിയില്ല, അതിന് വലിയ കാര്യം. ഈ റെസിസ്റ്റൻസിലോട്ട് എത്തും. റെസിസ്റ്റൻസിലൊരു സെല്ലിങ് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ടിൽ ഇപ്പോൾ വന്നേക്കുന്നത് ഞാൻ ഒറ്റ ബൈ കൊടുത്തു. ഇതൊരു സപ്പോർട്ടാണല്ലോ, ചിലപ്പോൾ കിട്ടിയാലോ നോക്കിക്കൊണ്ട് കണ്ട. എത്തിയില്ല. ഒരു സെല്ല് ചെയ്തു. രണ്ട് സെല്ല് എടുത്തു വിടാം. ഇത് റോങ് ആയിപ്പോയി ഇടിച്ചത്. ഇപ്പം എന്താണ് അവിടെ സംഭവിച്ചത്? ഫേക്കായിട്ടുള്ള ട്രെൻഡ് ലൈനായിരുന്നു. ഇത് മിഡ് പോർഷനിലാണ് നമ്മൾ സെല്ല് ചെയ്തത്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതെ. ഓക്കെ, അത് വിട്ടേക്കാം. ലീവ് അതിൽ വീണ്ടും കൊടുക്കണ്ട. ഓക്കെ, ഇതിൽ പ്രോഫിറ്റ് ആവുന്നുള്ള പ്രതീക്ഷയിലാണ്. ഇതിൽ പ്രോഫിറ്റായി. ഓക്കെ, ഇത് പ്രോഫിറ്റായല്ലോ. പഴയതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. ഇതും പിന്നെ ഏതായിരുന്നു ഇത്? ഈ ഡിസിഷനെ പറ്റി സപ്പോർട്ട് ബ്രേക്ക് നമുക്ക് സെല്ലെടുക്കാറുണ്ടല്ലോ വേണമെങ്കിൽ. നമ്മുടെ കടല അപ്പോൾ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഇനി മേളിലോട്ട് പോയാൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തോട്ടോ. ഒറ്റ ട്രേഡ് എടുത്ത് ഒരു 30 സെക്കൻഡ് എടുത്ത് ഇനി എടുക്കണം. അത് മാറ്റാം പണിയോ, അല്ലെങ്കിൽ അതിലോട്ട് വീണ്ടും പോകുന്നുണ്ട്. രണ്ടെണ്ണം കൂടി അവിടെ എടുത്തട്ടോ. ബാക്ക് ടു 190 ആയി എമൗണ്ട്. 195 എത്തിയതാണ്. അപ്പോൾ ഇപ്പോഴും മനസ്സിൽ ആ ഒരു സാധനം വന്നിട്ടുണ്ട്. 195 എത്തിയ കാരണം ഒക്കെ ഉള്ള. അപ്പോൾ അത് ശ്രദ്ധിക്കുക. റിവെഞ്ചിലോട്ടൊക്കെ പോകുന്നതൊക്കെ വന്നു കഴിഞ്ഞാൽ 30 സെക്കൻഡ് ലോസായി. ഇപ്പോഴും ഞാനിവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Okay, still I am watching here. മേലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. കൈവിട്ട് പോകരുത്, മനസ്സായി വിട്ട് കളയരുത്. വീണ്ടും ബാക്ക് ടു അവിടെ തന്നെ. ഇനി 5 മിനിറ്റ് കൂടി ഉള്ളൂ സെഷൻ. എൻട്രി കറക്റ്റ് ആയില്ല, അല്ലെങ്കിൽ നമുക്കത്
ഷിഫ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു തോട്ട് ശ്രദ്ധിക്കുക. ഫോമോ ഇതെന്ത് പയ്യാടോ. ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇവിടെ സപ്പോർട്ടായി. അവിടെ വന്നു കഴിഞ്ഞാണെങ്കിൽ ബൈ ചെയ്യാം തോന്നുന്നു. ഇവിടെ എടുക്കാൻ പറ്റില്ല. ഇത് മേലോട്ട് പോകാനുള്ള പരിപാടി കാണിക്കുന്നത്. ശ്രദ്ധിക്കുക. 3 മിനിറ്റ് കൂടി ഉള്ളൂ ഈ സെഷനിൽ. ഇത് വാച്ച് ചെയ്യാം. ഇവിടെ നമുക്കൊന്നും റെസിസ്റ്റൻസ് ഉണ്ട്. നല്ല റെസിസ്റ്റൻസാണ് ഈ ഭാഗത്ത് വരെയുള്ളത്. ഇവിടെ വേറെ റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇവിടെ ഒരു ഗ്രീൻ വന്നിട്ട് അത് വിക്ക് ക്രിയേറ്റ് ചെയ്ത് ഇൻവേർട്ടർ ഹാമർ ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ അവിടെ ബൈ ചെയ്യാം. I don't think so. ചെയ്യാറുണ്ടാണെങ്കിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തതാണ്. ഇനി വന്ന് ആക്ച്വലി ഡൗൺ ട്രെൻഡാണ്. മേ ബി ഇത് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തതാണ്, പക്ഷെ ഞാൻ എടുക്കുന്നില്ല. എടുക്കുന്നില്ല. ഒരു മിനിറ്റ് കൂടെ ഉള്ളൂ. ഞാൻ തൽക്കാലം സ്കിപ്പ് ചെയ്യണം. ഈ സെഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. മേ ബി എനിക്ക് ഒരു 188 എന്തോല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. $7 പ്രോഫിറ്റ് അത് മതി. ഓക്കെ, അടുത്ത സെഷനിൽ കാണാം.